കഴിഞ്ഞ 4 മാസക്കാലമായി നീചരാശിയിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ 2025 ജൂൺ 7-ാം തീയതി ശനിയാഴ്ച വെളുപ്പിന് 2:13 കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന് മുക്കാൽ ഭാഗമടങ്ങിയ മിഥുനക്കൂറുകാർക്ക് അനുകൂല ഭാവമായ 3-ാമിടത്താണ് ചൊവ്വയുടെ സഞ്ചാരം. ശാരീരിക ശക്തിയും മനഃശക്തിയും വർദ്ധിക്കും. ചെറിയ പരിശ്രമത്തിലൂടെ വലിയ കാര്യങ്ങൾ നേടാനാകും. സംഘടനകളിൽ നേതൃപദവി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവി ഉയരാൻ ഇടയുണ്ട്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കാനാകും. മുൻപ് ലഭിക്കാത്ത പിന്തുണയും സഹകരണവും പല കോണുകളിൽ നിന്നും വന്നെത്തും. സാമൂഹ്യമായ അംഗീകാരമുണ്ടാകും. സഹോദര ആനുകൂല്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. പിണങ്ങിക്കഴിയുന്ന മിത്രങ്ങളുമായി ഇണക്കത്തിലാകും. വ്യാപാരികൾക്ക് ഇടപാടുകളിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും. തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും. ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കുന്നതാണ്. ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ച് മുന്നേറാൻ കഴിയും. സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഗവേഷണ രംഗത്തെ നൈപുണ്യം പ്രശംസിക്കപ്പെടും. ഗാർഹിക ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും. പല വഴികളിലൂടെ വരുമാനം വന്നെത്തുന്നതാണ്. ഭാവിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സഹോദരങ്ങളുടെ സഹകരണവും കുടുംബത്തിൻ്റെ പിന്തുണയും ലഭിക്കും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും. പൊതുപ്രവർത്തനത്തിലെ അജയ്യത തുടരുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.